നമസ്കാരം ഡോക്ടർ സ്റ്റുഡിയോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പറയാൻ പോകുന്നത് റീൽസിലൊക്കെ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഈ ഒരു എഫക്റ്റ് എങ്ങനെ ചെയ്യാന്നുള്ളതാണ് കേട്ടോ. ഇപ്പോൾ ഡാവിഞ്ചി റിസോൾവ് ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. ആദ്യം തന്നെ നമുക്ക് ഒരു വീഡിയോ ആവശ്യമുണ്ട് അല്ലേ. ജസ്റ്റ് നമ്മുടെ ഫൈൻഡറിൻ്റെ അകത്തുനിന്ന് അല്ലെങ്കിൽ ഫോൾഡറിൻ്റെ അകത്തുനിന്ന് ഒരു വീഡിയോ എടുത്തിട്ട് മീഡിയ പൂളിലേക്ക് ആഡ് ചെയ്യാം. ഇനി നമുക്ക് ടൈം ലൈൻ ക്രിയേറ്റ് ചെയ്യണം. ഇത് നമുക്ക് രണ്ട് രീതിയിൽ ക്രിയേറ്റ് ചെയ്യാവുന്നെങ്കിൽ വൈഡ് സാധാരണ നമ്മൾ യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ പോലെ, അല്ലെങ്കിൽ റീൽസ് മോഡലിൽ ചെയ്യാം. അപ്പോൾ അതിന് ടൈം ലൈൻ ക്രിയേറ്റ് ചെയ്യാൻ എന്ത് ചെയ്യാം, മീഡിയ പൂളിൻ്റെ അകത്ത് വന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടൈം ലൈൻസ് കാണാൻ പറ്റും അല്ലേ. അതിൻ്റെ അകത്ത് ക്രിയേറ്റ് ന്യൂ ടൈം ലൈൻ ഉണ്ട്. കമാൻഡ് N കൺട്രോൾ എന്നാണ് ഇതിൻ്റെ ഷോർട്ട് കട്ട്. ഓക്കെ, ഇവിടെ നമുക്ക് എന്തെങ്കിലും ഒരു പേര് കൊടുക്കാം അല്ലേ. റീൽസ്, വൈറൽ റീൽസോ എന്തെങ്കിലും പേര് കൊടുക്കുക. എന്നിട്ട് ഇവിടെ കണ്ടോ യൂസ് പ്രോജക്റ്റ് സെറ്റിങ്സ് എന്ന് ഇതൊന്ന് അൺചെക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഓപ്ഷൻസ് കിട്ടും. പിന്നെ നമുക്ക് നേരെ ഫോർമാറ്റിൻ്റെ അകത്ത് ചെന്ന് കഴിഞ്ഞാൽ യൂസ് വേർട്ടിക്കൽ റെസൊല്യൂഷൻ എന്ന് കണ്ടോ. ഈ വേർട്ടിക്കൽ റെസൊല്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റീൽസിനൊക്കെ വേണ്ടിയുള്ള റെസൊല്യൂഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. കണ്ടോ, അപ്പോൾ ഇത് ഓഫാക്കിയിട്ട് കഴിഞ്ഞാൽ വൈഡ് ആയിട്ടുള്ളത് കിട്ടും. അപ്പോൾ തൽക്കാലം ഞാൻ വൈഡായിട്ട് കാണിച്ചു തരാം. നിങ്ങൾക്ക് റീൽസിനാണ് വേണ്ടെങ്കിൽ ഇത് ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റീൽസിൻ്റെ ടൈം ലൈൻ കിട്ടും. അതിൽ ചെയ്യാം കേട്ടോ. ജസ്റ്റ് ക്രിയേറ്റ് കൊടുക്കാം. അപ്പോൾ പുതിയൊരു ടൈം ലൈൻ ക്രിയേറ്റ് ആയില്ലേ. ഞാൻ ഇവിടേക്ക് എൻ്റെ വീഡിയോ ആഡ് ചെയ്തു. നമുക്ക് ജസ്റ്റ് പ്ലേ ചെയ്ത് നോക്കാം. പ്ലേ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏതെങ്കിലും ഒരു പ്രത്യേകതരം പോസ് എത്തുന്ന സമയത്താണ് ഈ ഒരു എഫക്റ്റ് കിട്ടേണ്ടല്ലേ. അപ്പോൾ ഇതാണെന്ന് കരുതുക. അപ്പോൾ ഈ ഒരു പോസ് കൊള്ളാമെന്ന് കരുതുക. കണ്ടോ, കുഴപ്പമില്ല അല്ലേ. അവിടെ ഒരു ബ്ലേഡ് കട്ട് ആഡ് ചെയ്യണം. എങ്ങനെയാണ് ബ്ലേഡ് കട്ട് ആഡ് ചെയ്യുക? കമാൻഡ് ബി, വിൻഡോസിലാണെങ്കിൽ കൺട്രോൾ ബി അടിച്ച് കഴിഞ്ഞാൽ ഒരു കട്ട് വീഴും അല്ലേ. ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ഇവിടുന്ന് ബ്ലേഡ് എടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഒരു കട്ട് ചെയ്ത് കൊടുത്താലും മതി. എങ്ങനെയായാലും കുഴപ്പമില്ല കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയോ, ഇതിൻ്റെ ഒരു ഫോട്ടോ എക്സ്പോർട്ട് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഫയലിൻ്റെ അകത്ത് വരിക. ഫയലിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ എക്സ്പോർട്ട് എന്നുള്ള ഓപ്ഷൻ കണ്ടോ. എക്സ്പോർട്ടിൻ്റെ അകത്ത് കറൻറ്റ് ഫ്രെയിം ആ സ്റ്റിൽ ഉണ്ടാവും കണ്ടോ. ഇത് അടിക്കാം. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ലൊക്കേഷനിലേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറയും. അപ്പോൾ ഞാനിവിടെ ഡെസ്ക്ടോപ്പ് തന്നെ കൊടുക്കുകയാണ്. ഡെസ്ക്ടോപ്പിലേക്ക് എക്സ്പോർട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മൾ തിരിച്ച് ഫോൾഡറിൻ്റെ അകത്ത് വന്ന് ഡെസ്ക്ടോപ്പിൽ വന്നിട്ട് ഒരു ഫോട്ടോ ഇവിടെ ഉണ്ടെന്ന് കൺഫേം ആക്കുക. നേരെ ഏതെങ്കിലും ഒരു ബ്രൗസർ എടുത്തിട്ട് അവിടെ ഗൂഗിളിൽ കയറിയിട്ട് അല്ലെങ്കിൽ സാധാരണ പോലെ ഇവിടെ സെർച്ച് ബാറിൽ ജെമിനൈന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പേജിലേക്ക് എത്തും. ഇവിടെ നമുക്ക് നാനോ ബനാന കാണാം. വേണമെങ്കിൽ നാനോ ബനാന ഓൺ ആക്കാം. ഇല്ലാതെ ചെയ്ത് കഴിഞ്ഞാലും കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിവിടെ നാനോ ബനാന ഓൺ ചെയ്തു. എന്നിട്ട് ഇവിടെ പ്ലസ് ബട്ടൺ കണ്ടോ, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോ ആഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കിട്ടും. അവിടെ അപ്ലോഡ് കൊടുക്കുക. അപ്ലോഡ് കൊടുത്തിട്ട് നമ്മളെടുത്ത് വെച്ച സ്ക്രീൻഷോട്ട് ഉണ്ടല്ലോ ഡെസ്ക്ടോപ്പിൽ, അതിവിടേക്ക് ഓപ്പൺ കൊടുക്കുക. എന്നിട്ട് ഇവിടെ ഈ ഒരു പ്രോംപ്റ്റ് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഈ പ്രോംപ്റ്റ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് കോപ്പി ചെയ്ത് ഇവിടേക്ക് പേസ്റ്റ് ചെയ്താൽ മതി കേട്ടോ. ഡിസ്ക്രിപ്ഷനിൽ പോയാൽ കോപ്പി ചെയ്യാൻ പറ്റും. എന്നിട്ട് ഇവിടെ എന്ത് ചെയ്യുക, സബ്മിറ്റ് എന്ന് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫോട്ടോ ഇവിടെ കിട്ടും. കുഴപ്പമില്ല അല്ലേ, അടിപൊളിയുണ്ട്. നിങ്ങൾക്ക് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ വേറെ ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതാ ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് വെച്ചാൽ അത് വീണ്ടും ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് തരും കേട്ടോ. അപ്പോൾ തൽക്കാലം എനിക്കിത് മതി. ഇപ്പോൾ എക്സാമ്പിൾ കാണിക്കാനല്ലേ. ഇവിടെ ഡൗൺലോഡ് ബട്ടൺ കണ്ടോ, ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺലോഡ് ആവും. നിങ്ങൾക്ക് വലുതായിട്ട് കാണണമെങ്കിൽ നടുക്ക് ക്ലിക്ക് ചെയ്താൽ മതി. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഡൗൺലോഡ് കൊടുക്കുക. ഇപ്പോൾ ഡൗൺലോഡ് കംപ്ലീറ്റ് ആയി. ഞാൻ ആ ഒരു ഫോൾഡറിലേക്ക് പോവുകയാണ്. ഓക്കെ, ഇതാ ഇവിടെ വന്നിട്ടുണ്ടല്ലേ ഡൗൺലോഡ്. ഇനി നമുക്ക് തിരിച്ച് ഡാവിഞ്ചി റിസോൾവ് തന്നെ ഓപ്പൺ ചെയ്യാം. എന്നിട്ട് ഇപ്പോൾ കിട്ടിയ ഇമേജിനെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് ഡ്രാഗ് ചെയ്ത് ഡാവിഞ്ചി റിസോൾവിലേക്ക് ഡ്രോപ്പ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഈ ഒരു ഫോട്ടോ എടുത്തിട്ട് ഇവിടേക്ക് പ്ലേസ് ചെയ്യാം. ഓക്കെ, കണ്ടോ. അപ്പോൾ അത് നമുക്ക് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും മാറുന്നത്. പക്ഷേ ഇത് അനങ്ങാത്തതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഷേക്ക് എന്തെങ്കിലും കൊടുക്കാം അല്ലേ. അപ്പോൾ നമുക്കിവിടെ ക്യാമറ ഷേക്ക് കൊടുക്കണമെങ്കിൽ അത് കൊടുക്കാം. ഇല്ലെങ്കിൽ മാനുവലി ഷേക്ക് കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം കേട്ടോ. നിങ്ങളുടെ ഇഷ്ടമാണ്. ഏറ്റവും എളുപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ എഫക്ട്സിൻ്റെ അകത്ത് വരിക. ഇവിടെ എഫക്ട്സ് ഉണ്ട്. എഫക്ട്സിൻ്റെ അകത്ത് ഇവിടെ റിസോൾവ് എഫക്ട്സ് എന്നുണ്ടോ, ഇതിൽ ക്ലിക്ക് ചെയ്ത ശേഷം നമുക്കിവിടെ ക്യാമറ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ക്യാമറ ഷേക്ക് കാണാൻ പറ്റും. അതിനെ ഡ്രാഗ് ചെയ്തിട്ട് ഈ ഒരു ഫോട്ടോയിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ നോക്കിക്കോ, അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, തനം 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 നം ആ പാട്ടാണ്. വെച്ച് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് കുടുങ്ങിയാലോ എന്ന് പേടിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഏത് പാട്ടാണെങ്കിലും കുഴപ്പമില്ല, ഇതൊരു മാച്ച് ആവുന്ന ഏത് പാട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇനി നമുക്ക് ഇവിടേക്ക് എന്ത് ചെയ്യാം, നടുക്കേക്ക് ഒരു എഫക്റ്റ് ആഡ് ചെയ്യാം. അത് നേരെ ട്രാൻസിഷൻ്റെ അകത്ത് പോവാം. ടൂൾ ബാറിൽ വീഡിയോ ട്രാൻസിഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്യാമറ ഷേക്കിൻ്റെ ഒരു ട്രാൻസിഷൻ കിട്ടും. അതും കൂടെ ഇതിൻ്റെ ഇടയ്ക്കേക്ക് ഡ്രോപ്പ് ചെയ്യാം. ടൈമിന് ഇത്തിരി സൂം ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഇതിൻ്റെ ലെങ്ത്ത് കുറച്ച് കുറയ്ക്കുക. ഈ ട്രാൻസിഷൻ്റെ ലെങ്ത്ത് കുറച്ച് കുറയ്ക്കുക. ഇപ്പോൾ ഒന്ന് പ്ലേ ചെയ്ത് നോക്കിയേ, കണ്ടോ. ഈ ലെങ്ത്ത് കൂട്ടിയിട്ടാലും കുഴപ്പമില്ല. ഇതേപോലെ ഒരു ഷേക്ക് കിട്ടും ഇവിടെ, കണ്ടോ. ഇങ്ങനത്തെ എഫക്റ്റുകൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. അപ്പോൾ ഇതേപോലെ ഈസി ആയിട്ട് ഡാവിഞ്ചി റിസോൾവ്, പ്രീമിയർ പ്രോ, FCP അങ്ങനെ തുടങ്ങിയ വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറുകൾ പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം. നമുക്ക് വെബ്സൈറ്റ് ത്രൂ ഒരു പെയ്ഡ് കോഴ്സ് ഉണ്ട്. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ വെബ്സൈറ്റിലുള്ള ലിങ്ക് കൂടെ കൊടുത്തിട്ടുണ്ട്. അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾ സൈഡിൽ ഡെമോ ക്ലാസ്സുകളുണ്ട്, ഫീസ് ഡീറ്റെയിൽസ് ഉണ്ട്. അതൊക്കെ നോക്കിയിട്ട് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. ഇല്ലെങ്കിൽ ഈ നമ്പറിൽ മെസ്സേജ് അയച്ചാൽ ഞാൻ റിപ്ലൈ തരാം കേട്ടോ.
ഓക്കെ, എന്നാൽ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.